ഒരു മനുഷ്യൻ പരമാവധി എത്ര സമയം നൃത്തം ചെയ്യും? അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. അതിൽ കൂടുതൽ ചെയ്താൽ നമ്മൾ തളർന്നു വീഴും. എന്നാൽ ഒരു നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ മാസങ്ങളോളം രാപ്പകലില്ലാതെ തെരുവിൽ നിർത്താതെ നൃത്തം ചെയ്തു. ഒടുവിൽ ഹൃദയാഘാതം വന്ന് കൂട്ടത്തോടെ മരിച്ചുപോയ ഒരു വിചിത്ര പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ എന്തോ ഹൊറർ സിനിമയിലെ ശാപത്തിന്റെ കഥ പോലെ തോന്നാം. എന്നാൽ ഈ 2026ലും മെഡിക്കൽ ലോകം കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു യഥാർത്ഥ ചരിത്രമാണിത്. വിട്ടുമാറാത്ത ഏതോ ഒരു വിചിത്രമായ ഭ്രാന്ത് പിടിച്ചതുപോലെ കാലിലെ തൊലി ഉരിഞ്ഞു പോയിട്ടും ചോര ഒലിപ്പിച്ചുകൊണ്ട് അവർ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. 1518 ഫ്രാൻസിൽ നടന്ന ഈ വിചിത്ര പകർച്ചവ്യാധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? എന്തിനാണ് അവർ നിർത്താതെ നൃത്തം ചെയ്തത്? ഇത് ഏതെങ്കിലും മന്ത്രവാദത്തിന്റെ ഫലമായിരുന്നോ? അതോ വല്ല വിചിത്രമായ വൈറസ് ബാധയായിരുന്നോ? ഈ ഭയപ്പെടുത്തുന്ന ചരിത്രത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്ന ഈ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഇസ് നിതിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് പേജസ്. രേഖകൾ പ്രകാരം ഈ സംഭവം നടക്കുന്നത് 1518 ജൂലൈ മാസത്തിലാണ്. ഇന്നത്തെ ഫ്രാൻസിന്റെ ഭാഗമായ അന്നത്തെ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന സ്റ്റാർസ്ബർഗ് എന്ന നഗരത്തിലാണ് ഈ വിചിത്ര പ്രതിഭാസം അരങ്ങേറിയത്. ഒരു സാധാരണ ദിവസമാണ് അത് തുടങ്ങിയത്. ഫ്രോട്രോഫിയ എന്ന പേരുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങുകയും യാതൊരു മ്യൂസിക്കോ കാരണവുമില്ലാതെ ഭ്രാന്തമായി നൃത്തം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അവർ വെറുതെ ഒരു വിനോദത്തിന് ചെയ്തതല്ല അത്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. കൃത്യമായി 6 ദിവസത്തോളമാണ് അവർ ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ നിർത്താതെ നൃത്തം ചെയ്തത്. പക്ഷേ അതിലും വലിയ അത്ഭുതം അടുത്ത ആഴ്ചയിലാണ് സംഭവിച്ചത്. ആ ഒരു സ്ത്രീക്ക് പിന്നാലെ ആ നഗരത്തിലെ മറ്റ് 34 പേർക്ക് കൂടി ഇതേ രീതിയിൽ തെരുവിലിറങ്ങി ഭ്രാന്തമായി നൃത്തം ചെയ്യാൻ തുടങ്ങി. 1 മാസത്തിനുള്ളിൽ ഈ വിചിത്ര രോഗം ആ ലോകത്തിലാകെ പടർന്നു പിടിച്ചു. ഏകദേശം 400-ലധികം മനുഷ്യരാണ് ഒടുവിൽ യാതൊരു കാരണവുമില്ലാതെ തെരുവിൽ ഒന്നിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങിയത്. അവരാരും സന്തോഷം കൊണ്ടല്ല നൃത്തം ചെയ്തത്. അവരുടെ മുഖത്ത് കടുത്ത വേദനയും മരണഭയവും ഉണ്ടായിരുന്നു. അവരുടെ കാലിലെ തൊലിയെല്ലാം മുരിഞ്ഞു പോയി ചോര വന്നിട്ടും അവർക്ക് നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരവസ്ഥ കണ്ട് ഭയന്നു പോയ അന്നത്തെ ഭരണാധികാരികളും ഡോക്ടർമാരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒന്നിച്ചുകൂടി. അവർ ഒടുവിൽ കണ്ടെത്തിയത് ഇതിന് പിന്നിൽ മന്ത്രവാദമല്ല, മറിച്ച് ഇവരുടെ ശരീരത്തിലെ രക്തം അമിതമായി ചൂടാകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ അമിതമായി രക്തം ചൂടാകുന്നത് കൊണ്ട് ചൂടുമാറാൻ ഇവർ ഇനിയും കൂടുതൽ നൃത്തം ചെയ്യണമെന്നായിരുന്നു ഡോക്ടർമാരുടെ വിചിത്രമായ നിർദ്ദേശം. അതിനായി അധികൃതർ തെരുവിൽ വലിയ സ്റ്റേജുകൾ നിർമ്മിക്കുകയും ഇവർക്ക് നൃത്തം ചെയ്യാൻ പാട്ടുകാരെയും വാദ്യക്കാരെയും ഏർപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് കലാശിച്ചത്. ഇങ്ങനെ സൗകര്യങ്ങളെല്ലാം ഒപ്പിച്ചു കൊടുത്തതുകൊണ്ട് അതോടെ ആളുകൾ കൂടുതൽ ആവേശത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ കടുത്ത ചൂടും തളർച്ചയും കാരണം ഒരു ദിവസം 15 പേർ വരെ ഹൃദയാഘാതവും സ്ട്രോക്കും വന്ന് തെരുവിൽ വീണു മരിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ പുറത്തു വന്നത് ചില ഞെട്ടിക്കുന്ന നിഗമനങ്ങളായിരുന്നു. അതിൽ ഒന്നാമത്തേത് ഒരു പ്രത്യേകതരം ഫംഗസ് ബാധയാണ്. അവിടുത്തെ ജനങ്ങൾ കഴിച്ച റൈ എന്ന ധാന്യത്തിൽ എർഗട്ട് എന്നൊരു ഫംഗസ് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ ഫംഗസ് മനുഷ്യന്റെ ഉള്ളിലെത്തിയാൽ അത് LSD പോലെയുള്ള മയക്കുമരുന്നിന്റെ ഫലമുണ്ടാക്കും. ഇത് മനുഷ്യന് കടുത്ത ഭ്രാന്തും വിഭ്രാന്തിയും ഉണ്ടാക്കാം. പക്ഷേ ഈ സിദ്ധാന്തത്തിനും ഒരു പോരായ്മയുണ്ടായിരുന്നു. ഈ ഫംഗസ് ബാധിച്ചാൽ മനുഷ്യൻ ഭ്രാന്തമായി നൃത്തം ചെയ്യാൻ കഴിയില്ല. പകരം ശരീരം തളർന്നു പോവുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ മാസങ്ങളോളം ഇവർ എങ്ങനെ നൃത്തം ചെയ്യും?
രണ്ടാമത്തെയും ഏറ്റവും പ്രമുഖമായ സിദ്ധാന്തം കൂട്ടഭ്രാന്ത് എന്നതാണ്. അന്നത്തെ കാലത്ത് ആ നഗരത്തിൽ കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും മാരകമായ രോഗങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ഉണ്ടായ അതിശക്തമായ മാനസിക സമ്മർദ്ദം കാരണം ജനങ്ങളുടെ തലച്ചോറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഈ നൃത്തം പെട്ടെന്ന് നിന്നുപോയി. ബാക്കിയുള്ള ആളുകളെ ചില പുണ്യസ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചതോടെയാണ് ഈ രോഗം മാറിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ശാസ്ത്രം എന്തു തന്നെ പറഞ്ഞാലും ഒരു നഗരത്തെ മുഴുവൻ ഭ്രാന്തി പിടിപ്പിച്ച ഈ ഡാൻസിംഗ് പ്ലേഗ് ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ മെഡിക്കൽ രഹസ്യങ്ങളിൽ ഒന്നായി ഇന്നും അവശേഷിക്കുന്നു. ഈ ഒരു വിചിത്രമായ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.